നമസ്കാരം. നിങ്ങളുടെ ആ പ്രിയ വ്യക്തിയെ മനസ്സിലോർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിലോർക്കുക. ഇനി നമുക്ക് സ്പ്രെഡ് എടുക്കാം. 3 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് ഇവിടെ എടുക്കുന്നത്. ബോട്ടം വന്നത് 5 ഓഫ് വാൺസ്, ഏസ് ഓഫ് വാൺസ്, ദ വേൾഡ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഏസ് ഓഫ് വാൺസ് കാർഡ് പുതിയ തുടക്കത്തെ കാണിക്കുന്നു. നിങ്ങളുടെ ബന്ധത്തിലേക്ക് പഴയ ആവേശവും പ്രണയവും വീണ്ടും തിരിച്ചു വരികയാണ്. അകൽച്ചയോ പിണക്കങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി പരസ്പരം ഒരു പുതിയ ആകർഷണവും പുതിയൊരു തുടക്കവും ഈ കാർഡ് ഉറപ്പു നൽകുന്നു. ദ വേൾഡ് കാർഡ് വേർപിരിയലിൻ്റെയോ കാത്തിരിപ്പിൻ്റെയോ ആ കഠിനമായ ഘട്ടം അവസാനിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നാകണമെന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഈ ബന്ധം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പോവുകയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അവർ വളരെ ആത്മാർത്ഥവും പ്രായോഗികവുമായ ഒരു സന്ദേശവുമായിട്ടായിരിക്കും നിങ്ങളെ സമീപിക്കുക. വെറുതെ ഒരു വാക്കല്ല, മറിച്ച് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യക്തമായ തീരുമാനത്തോടെയായിരിക്കും ആ മടങ്ങിവരവ്. നിങ്ങളുടെ പ്രണയബന്ധം നിലവിലൊരു വലിയ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ്. ഒരു സോറി പറയലിൽ ഒതുങ്ങില്ല ഈ മടങ്ങിവരവ്. സാധാരണ ഒരു പിണക്കം മാറി തിരിച്ചു വരുന്നത് പോലെയല്ല ഇത്. ഏസ് ഓഫ് വാൺസ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് പഴയതിനേക്കാൾ ശക്തമായ പ്രണയവും ആകർഷണവും തിരികെ വരുമെന്നാണ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ഊർജമാണിത്. ദ വേൾഡ് കാർഡ് പറയുന്നത് പഴയ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ വിരാമം സംഭവിക്കുമെന്നാണ്. നിങ്ങളെ മാനസികമായി വിഷമിപ്പിച്ച ആ പഴയ അകൽച്ചയുടെയോ കാത്തിരിപ്പിൻ്റെയോ അധ്യായം ഇവിടം കൊണ്ട് പൂർണ്ണമായി അവസാനിക്കുകയാണ്. ഇനി വരുന്നത് പുതിയൊരു അധ്യായമാണ്. ഈ വരവ് വേണ്ടത്ര ചിന്തിച്ചതിന് ശേഷമുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമ്പോൾ വൈകാരികമായി സംസാരിക്കുക മാത്രമല്ല ചെയ്യുക, പകരം ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഭാവിയിൽ എങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്നതിനെക്കുറിച്ച് വളരെ പ്രായോഗികവും ആത്മാർത്ഥവുമായ ഒരു ഉറപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തി മടങ്ങി വരുന്നത് വെറും ഒരു താൽക്കാലിക ആശ്വാസത്തിനല്ല, മറിച്ച് ഈ ബന്ധത്തിന് ഒരു സ്ഥിരത നൽകാനാണ്. പക്ഷേ അതിനു മുൻപ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ പഴയ സങ്കടങ്ങളും ചിന്താക്കുഴപ്പങ്ങളും നിങ്ങൾ പൂർണ്ണമായി മനസ്സിൽ നിന്ന് ഒഴുക്കിക്കളയണം. എങ്കിൽ മാത്രമേ ഈ 3 ദിവസത്തിന് ശേഷം വരുന്ന പുതിയ തുടക്കത്തെയും സന്ദേശത്തെയും പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയൂ. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി ഒരുക്കുന്ന മാറ്റമാണിത് എന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ട്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും പ്രപഞ്ചത്തിനും നന്ദി. നമസ്കാരം.